കന്നഡ മണ്ണിലെ തനി മലയാളിത്തമാണ് തലശ്ശേരി കഫേ. ന്യൂജൻ ഭാഷയിൽ പറഞ്ഞാൽ മലയാളികളുടെ സ്വന്തം നൊസ്റ്റു ചായക്കട. രണ്ടര പതിറ്റാണ്ടാകുന്നു ബംഗളൂരു മലയാളികളുമായി തലശ്ശേരി കൂട്ടുകൂടിയിട്ട്. ആ കൂട്ടിൻ്റെ കഥ ഇങ്ങനെ. എല്ലാ കസ്റ്റമേഴ്സിനും ഇതിലേക്ക് ഞങ്ങളുടെ ടേസ്റ്റും കാര്യങ്ങളും മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത് വലിയൊരു ടാസ്ക് ആയിരുന്നു. എല്ലാവർക്കും കൊടുത്തു, എല്ലാവരും നല്ലോണം അക്സെപ്റ്റ് ചെയ്തു. അതുകൂടെ തന്നെ നമ്മളിപ്പം കുറച്ച് സൗകര്യങ്ങൾ കാര്യങ്ങൾ എല്ലാം നല്ല രീതിയിൽ ചെയ്തിട്ടുള്ള കഫേകളാണ് ഇപ്പം ചെയ്യുന്നത്. ഇപ്പോൾ ബാംഗ്ലൂരിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ ഭാഗത്തും നമ്മളിപ്പോൾ എന്തായിട്ടുണ്ട് കവർ ചെയ്തിട്ടുണ്ട്. നാട്ടിലെ അതേ ഒരു ഫീലിംഗ് ബാംഗ്ലൂരിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ ചായക്കട സ്റ്റാർട്ട് ചെയ്തത്. നാട്ടിൽ നിന്ന് ഇവിടെ വന്ന് നിൽക്കുന്ന ആളുകൾക്കെല്ലാം അതേ ഫീലിങ്ങിൽ ഒരു ചായ കുടിക്കാനും അതേപോലെ ഒരു കടി കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംരംഭമാണ് നമ്മൾ തുടങ്ങിയത്. ദാ ഈ ചില്ലുകൂട്ടിലിരിക്കുന്ന നാടൻ പലഹാരങ്ങൾ കണ്ടോ? കാണുമ്പോൾ തന്നെ നാവിൽ കപ്പലോടും. നാടൻ ചായയ്ക്കൊപ്പം നാട്ടുപലഹാരങ്ങളുമാണ് തലശ്ശേരിയിലേക്ക് ആളുകളെ ആകർഷിക്കുന്നത്. കൊല്ലത്ത് കിട്ടുന്ന അതേപോലത്തെ കടിയൊക്കെ തന്നെ ഇവിടെ കിട്ടണത്. കുഴപ്പമില്ല, നല്ല വൈകുന്നേരം കോളേജ് കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാം ഇവിടെ വരുന്നത്. നല്ല പീസ്ഫുള്ളാണ്. ഇവിടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ വന്നിരിക്കാൻ നല്ല രസമാണ്. നാട്ടിൽ അതിൻ്റെതായ കടികളും അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഇവിടെയും കിട്ടുന്ന കാരണം അവിടുത്തെ ഒരു പകുതി ആ ഒരു ആംബിയൻസും ആ ഒരു ഫ്രഷ് ടൈപ്പൊക്കെ ഇവിടെയും കിട്ടുന്നുണ്ട്. അപ്പം അങ്ങനെ തലശ്ശേരി ഇഷ്ടപ്പെടുന്നു. ഇന്ന് നഗരത്തിൻ്റെ മുക്കിലും മൂലയിലും തലശ്ശേരി കഫേകളുണ്ട്. ബാംഗ്ലൂർ മലയാളീസ് ഈ ബ്രാൻഡിനെ കയ്യിലേറ്റിയെടുത്തിട്ടുണ്ടെങ്കിൽ നാട്ടിലുള്ള അതേ ചായയുടെ ഫീല്, അതുപോലെ സ്നാക്സിൻ്റെ ഫീല് അതവർക്ക് റിയലായിട്ട് ഇവിടെ അനുഭവിക്കാൻ പറ്റുന്നു എന്നുള്ളൊരു കാരണം തന്നെയാണ്. അതുകൊണ്ടാണ് ഈ കാലം അത്രയും ബാംഗ്ലൂർ മലയാളികൾക്കുള്ളിൽ തലശ്ശേരി റെസ്റ്റോറൻറ്റ് അല്ലെങ്കിൽ തലശ്ശേരി കഫേ ഇത്രയും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിൻ്റെ കാരണവും അതുതന്നെയാണ്. കഫേയിൽ തുടങ്ങി നഗരത്തിൽ പ്രധാന കേരള ഭക്ഷണം ലഭിക്കുന്ന ഹോട്ടൽ ശൃംഖലയായി തലശ്ശേരി മാറിക്കഴിഞ്ഞു. കെ വി ശ്രീധരൻ, മാതൃഭൂമി ന്യൂസ്, ബംഗളൂരു.